4 മാസം കൂടി കാണിക്കുന്നത് ഇൻഡിവിജ്വൽ എമൗണ്ട് ആയി. അത് ഒക്ടോബർ 21 കൂടി 77 ദിവസം കാണിക്കാൻ പറ്റില്ല. ഒക്ടോബർ 25 ഇൻഡിവിജ്വൽ ആയി കാണിക്കാം. ഇതിനെ സംബന്ധിച്ച ഉപയോഗം 2 മാസം ടിക്കറ്റ് ഇത്ര എമൗണ്ട് കഴിച്ച് 4 മാസം ടിക്കറ്റ് എമൗണ്ട് കഴിയും. 4 മാസം ഇത്ര എമൗണ്ട് ചെയ്തോളും. പക്ഷെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ആകാൻ പറ്റില്ല. 4 മാസം ടിക്കറ്റ് ഓരോ മാസം ഇത്ര രൂപയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം ഈ 4 എമൗണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു മാസം കൂടുതൽ എമൗണ്ട് കാണിക്കും. ഇവിടെ മൊത്തം 4 ടിക്കറ്റ് ഒരു മാസം കൂടുതൽ എമൗണ്ട് വയ്ക്കാം. അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റും. മനസ്സിലായി? 5 മാസം ഒരു ടിക്കറ്റ് മൊത്തം ഒരു എമൗണ്ട് 5 മാസം ആയിട്ടുണ്ട്. എല്ലാ പ്രൊജക്റ്റിനെയും വരിക എല്ലാ പ്രൊജക്റ്റിനെയും ഒരു പ്രൊജക്റ്റ് ആ മാസം ഇത് കാണിച്ച് കൊടുത്ത് ഇതിനോട് 10 ഉണ്ടായിരിക്കില്ല. ഈ രീതിയിൽ തന്നെ എല്ലാ പ്രൊജക്റ്റും വരുമ്പോൾ 5 മാസം 5 മാസം വരെ എമൗണ്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സമയത്ത് അവർ 2 വർഷം ചെയ്യാം. ഒന്നില്ലെങ്കിൽ 5 മാസം ടിക്കറ്റ് കൊടുക്കുക. 5 ടിക്കറ്റ് കൊടുക്കുന്ന പോകാണെങ്കിൽ ഈ 5 മാസം ടിക്കറ്റ് കൊടുക്കുക. അതിനാണ് എമൗണ്ട് കിട്ടും. എന്നിട്ട് ഈ 5 മാസത്തെ എമൗണ്ട് ഒരു മാസം മാത്രം കാണിക്കും. മനസ്സിലായി? 5 മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ലാസ്റ്റ് എമൗണ്ട് മാർച്ച് മാത്രം കാണിക്കാം. ഒന്നുമില്ല. അത് സാധാരണ ഫിക്സ് ചെയ്താൽ അല്ലാതെ പിടിച്ചെങ്കിൽ എഴുതാൻ പറ്റുമെങ്കിൽ പിടിച്ചെങ്കിൽ എഴുതും. ഒക്ടോബറിൽ 5000, നവംബറിൽ 10,000, ഡിസംബറിൽ 20,000. പിടിച്ചെങ്കിൽ ലാസ്റ്റ് എമൗണ്ട് വണ്ടി കൊടുക്കാൻ പറ്റാതായി. ഈ പുതിയ എമൗണ്ട് കൂടി ആയിരിക്കും. അപ്പൊ അതെങ്ങനെ വേണമെന്നുള്ള കാര്യം കമ്പ്യൂട്ടറിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങളത് അവിടെ പോയി എങ്ങനെ ചെയ്യുന്ന കാര്യം അവർ പറയാൻ പറ്റും. ഗവൺമെന്റ് പറയുന്നത് വേണ്ട. ഇവർ നടക്കാൻ പോകുന്നില്ല. ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇതൊക്കെ എല്ലാം അത് ഈ 2 രീതി ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ മാസം നോക്കിയിട്ട് അവിടെ മൊത്തം എമൗണ്ട് എടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് മാസം എടുത്താൽ മൊത്തം എമൗണ്ട് എടുത്ത് കൊടുക്കാം. അല്ലാതെ ഏത് രീതിയിലുള്ള തീരുമാനിക്കാം. എമൗണ്ട് ഇല്ലാന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, 2 കാണിച്ചിട്ട് 2 ഞാൻ ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 താഴ്ത്തു വരും. ഇവിടെ 2 കാര്യങ്ങൾ 2 കാര്യങ്ങൾ